ഹൈവേയിലെ ട്രാക്കുകൾ ഏതൊക്കെ, ട്രാക്കുകൾ എങ്ങനെ മാറാം, എങ്ങനെ നമുക്ക് ഒരു ഹൈവേ സ്പ്ലിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. നമ്മളിപ്പോൾ ആ സിഗ്നലിൽ നിന്നെടുത്ത് അപ്രോച്ച് റോട്ടിൽ കൂടെ ഹൈവേയിലേക്ക് കയറുകയാണ്. ഓട്ടോ റൂട്ട് 1ലേക്കാണ് കയറുന്നത്. നമ്മൾ മേളിലെ ഫ്ലൈ ഓവറിൽ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന ഹൈവേ. നമ്മൾ ജസ്റ്റ് ഹൈവേയിലോട്ട് കയറുവാണ്. ഇത് ആ ഹൈവേയിലോട്ട് കയറാനുള്ള സൈഡിലെ അപ്രോച്ച് റോഡാണ്. ഒരു ചെറിയ കയറ്റമാണ്. ഹൈവേയിലോട്ട് കയറുന്നു. നമ്മൾ എപ്പോഴും ഇത് ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം ഹൈവേയിലേക്ക് കയറാൻ. ഹൈവേയിലോട്ട് കയറുമ്പോൾ ചില റോഡുകളിലെ ഇൻ്റർസെക്ഷനിൽ ചില റോഡുകളിൽ മാത്രം നമുക്ക് പ്രയോറിറ്റി ലൈൻ കിട്ടും. ഇവിടെ നമുക്ക് പ്രയോറിറ്റി ലൈൻ ഇല്ല. നമ്മൾ ആ ഹൈവേയിൽ വരുന്ന വണ്ടി നോക്കി വേണം കയറാനായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സൈഡിൽ വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ടാണ് കയറുന്നത്. ഏറ്റവും സ്ലോ ട്രാക്കിലേക്ക് ഞാനിപ്പോൾ എൻ്റർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉടനെ തന്നെ മിഡിൽ ട്രാക്കിലേക്ക് കയറും. പുറകിൽ നിന്ന് വണ്ടിയുണ്ട്, വണ്ടി പോയി. ഞാൻ മിഡിൽ ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് മാറി. വീണ്ടും ഞാൻ ഹൈ സ്പീഡ് ട്രാക്കിലേക്ക് മാറും. കുറച്ച് ദൂരം ഇതിൽ ഓടി ഹൈ സ്പീഡ് ട്രാക്കിലേക്ക് മാറി നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി വന്നപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി വന്നു. വീതി കൂടിയ ലൈൻ തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സ്ലോ സ്പീഡ് ട്രാക്കിലേക്ക് കയറി. അവിടെ നിന്ന് മിഡ് ലൈനിലേക്ക് വന്നു. വീണ്ടും പുറകിലെ വണ്ടി നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് ഹൈ സ്പീഡ് ട്രാക്കിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് ട്രാക്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്കിനാണ് ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇപ്പം ഒരുപാട് സ്പീഡിൽ പോകണ്ട. നമുക്ക് ഹൈവേസിനെ കുറിച്ച് കൂടുതൽ പറയാം. ഞാൻ വലിയ സ്പീഡിലല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 110 ലിമിറ്റുള്ള ഹൈവേ ആണ്. 110 ആണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ് പറയുന്നത്. മേളിൽ ഇൻഡിക്കേഷൻ LED ബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ആ രണ്ട് സൈഡിൽ വരുന്ന വാഹനങ്ങളെക്കാൾ ഫാസ്റ്റായിട്ട് ആ ഹൈവേയിൽ കയറി പോകുന്നുണ്ട്. ഞാനിപ്പോൾ മിഡിൽ ട്രാക്കിലേക്ക് വീണ്ടും മാറി വന്നു. കാരണം നമ്മുടെ പുറകിൽ വന്ന വണ്ടി ഹെഡ്ലൈറ്റ് ഇട്ട് കാണിച്ചു, പാസ് അടിച്ച് കാണിച്ചു. പുള്ളിക്ക് കയറി പോകണം, മാറി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ മാറ്റി കൊടുത്തു. പുള്ളി കയറി അങ്ങ് പോയി. ഞാൻ ഈ ട്രാക്കിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേ ഇപ്പോൾ നമ്മളൊരു വലിയ ഇൻ്റർസെക്ഷനിലേക്കാണ് ചെല്ലുന്നത്. ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പാരീസിലെ ലബോർഷെ ഭാഗത്താണ്. ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ ഹൈവേയിലേക്ക് ലബോർഷെ എൻട്രൻസിൽ നിന്ന് വന്ന് കയറുന്നുണ്ട്. ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഉള്ള എൻട്രൻസ് ഒരെണ്ണമാണ്. ഇതുപോലെ 2-3 എൻട്രൻസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ബോർദോ നോന്ത് എക്സിറ്റ് എടുക്കും. ബോർദോ നോന്ത് ഡയറക്ഷനിൽ എക്സിറ്റ് എടുക്കും. ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഇൻ്റർസെക്ഷൻ പാർട്ട്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനിൽ തന്നെ പോകുന്നു. വീണ്ടും അടുത്ത എൻട്രൻസ് അവിടെ നിന്ന് കയറി വരുന്നു. ആ എൻട്രൻസും വന്ന് ഇതിലേക്ക് ഹൈവേയിലേക്ക് വന്ന് മെർജ് ആവുകയാണ്. അവിടെ കണ്ടോ, ആ സെൻട്രൽ ലൈൻ വളരെ ബ്രോഡായിട്ടാണ് ആ സെൻട്രൽ ലൈൻ വരച്ചിരിക്കുന്നത്. എപ്പോഴും ബ്രോഡ് ലൈനിൻ്റെ റൈറ്റ് സൈഡിലൂടെ പോകുന്നത് മറ്റൊരു ഡയറക്ഷനിലായിരിക്കും ആ ട്രാക്കുകൾ പോകുന്നത്. ഇപ്പം ഞാൻ കണ്ടോ, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഞാൻ ഈ ബ്രോഡ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു വന്നിരുന്നത്. ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറി. ഇപ്പം ഞാൻ പോകുന്ന ട്രാക്കിൻ്റെ റൈറ്റിലെ ട്രാക്ക് കഴിഞ്ഞിട്ടുള്ള റൈറ്റിലെ ട്രാക്ക്, ആ ട്രാക്കിന് വീണ്ടും ബ്രോഡ് ലൈനാണ്. അത് വേറൊരു ഡിസ്ട്രിക്ട് ഹൈവേയിലേക്ക് പോകും. ഞാൻ പക്ഷേ ഈ 3 ഹൈവേയിലുള്ളതിൽ സെൻട്രലിലെ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ റൈറ്റ് സൈഡിലും ബ്രോഡ് ലൈൻ ഉണ്ടായിരുന്നു. സിംഗിൾ ലൈനായി അവിടെ ഒരു എക്സിറ്റായി. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബ്രോഡ് ലൈൻ ഉണ്ട്. ഞാൻ ആ ബ്രോഡ് ലൈൻ ചേർന്നാണ് വണ്ടി ഓടിച്ചത്. അതായത് എൻ്റെ ഹൈവേയുടെ ഹൈ സ്പീഡ് ട്രാക്ക് കണ്ടോ, എൻ്റെ ലെഫ്റ്റ് സൈഡിലും സിംഗിൾ ലൈനായി ഞാനിവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഈ നമ്മൾ വന്ന ഓട്ടോ റൂട്ട് 1 എന്ന് പറയുന്ന ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നോന്ത് ബോർദോ ഭാഗത്തേക്ക് പോകും. ഞാനിവിടുന്ന് കംപ്ലീറ്റ് എക്സിറ്റായി. ഹൈവേ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡായി. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ടണലിൻ്റെ അടിയിൽ വരും. ഓൾവേസ് യൂറോപ്പിൽ ഏത് ഹൈവേയിൽ ഓടിച്ചാലും ടണലിൽ കയറുമ്പോൾ നിങ്ങൾ ഹെഡ്ലൈറ്റ്സ് യൂസ് ചെയ്യണം. അത് എല്ലാ ടണലിലെ എൻട്രൻസിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് വേണം ഓടിക്കാനെന്നുള്ളത്. ഒരു 90% യൂറോപ്യൻ സ്പെക്കിൽ വരുന്ന വണ്ടികളിലും ഓട്ടോ ഹെഡ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഡിമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്, സൺലൈറ്റ് ഡിമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് ഓണാകുന്നൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഓട്ടോയിൽ ഇട്ടാൽ മതി. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഓട്ടോയിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും. ഇവിടെ നിന്നും വീണ്ടും ബ്രോഡ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ അവിടെ നിന്ന് വീണ്ടും എക്സിറ്റ് ആവുകയാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ എക്സിറ്റ് എടുത്ത് വീണ്ടും പോവാണ്. അത് ലോക്കൽ റോഡിലേക്കാണ്. നമ്മൾ ഹൈവേ തന്നെ പോകുന്നു. ഇവിടെയും കണ്ടോ, ഒരു ഇൻ്റർസെക്ഷൻ വന്ന് ഹൈവേയിലേക്ക് ചേരുന്നുമുണ്ട്. നമ്മളിവിടെ നേരെ പോരുകയാണ്. റോഡിൽ ഇച്ചിരി ട്രാഫിക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു 11 മണി സമയത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ട്രാഫിക്ക് പൊതുവേ ഉണ്ട്. ഇവിടെ എല്ലാം രാവിലെ എല്ലാം ഓപ്പണായി വരുമ്പോഴത്തേക്ക് ഒരു 9:30 തൊട്ട്
ഒരു 11:30-12 വരെ ആയിരിക്കും റോഡിൽ തിരക്കുണ്ടാവുക. പിന്നെ ഒരു 1 മണി 2 മണി സമയം വരെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു 2 മണി കഴിയുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആവും. പിന്നെ ഒരു 8 മണി 9 മണി വരെ ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ പാരീസ് ടൗണിൽ സ്ഥിരം ഉള്ള കാര്യങ്ങളാണ്. ഹൈവേ എനിക്കിവിടെ സഡനായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടി വന്നു. സഡനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ടാണെങ്കിൽ നമ്മൾ ആ സ്പീഡ് ഡിക്രീസ് ചെയ്ത് വന്നത് ഗ്രാജുവലായിട്ടാണ്. പക്ഷേ ഒരു ഹൈവേനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ബ്രേക്കിംഗ് ആയിട്ടാണ് ഇവിടെ എല്ലാം അത് കണക്കാക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് 4 സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും വണ്ടി ബ്രേക്ക് ചെയ്യുക. അതായത് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് എൻ്റെ പുറകിലെ വാഹനത്തിന് ഇൻഡിക്കേഷൻ കൊടുക്കുന്നതാണ് ഞാൻ എൻ്റെ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്തിട്ട്. റോഡ് ബ്ലോക്കാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കിവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ട്രായ്ക്ക് മാറണം. റൈറ്റ് സൈഡിൽ വണ്ടിയുണ്ട്, ബ്ലോക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, ട്രായ്ക്ക് മാറാൻ പറ്റിയില്ല, വണ്ടി ഉള്ളതുകൊണ്ട്. നല്ല ഫയലിംഗ് ഉണ്ട് വണ്ടിയുടെ, പയ്യെ മാറാനുള്ള ശ്രമം നടത്താം. ഇവിടെയും ട്രായ്ക്ക് മാറുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ വരുന്ന വണ്ടിക്കാർ നിർത്തി നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നതനുസരിച്ച് അവർ നിർത്തി തരും. അങ്ങനെ ആ ഗ്യാപ്പിൽ നമ്മൾ കയറി അപ്പുറത്തെ ട്രാക്കിലോട്ട് മാറുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് ഇച്ചിരി ഒരു ട്രാക്കിലൊരു ഇച്ചിരി മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ ഈ വണ്ടിയുടെ പുറകിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഹൈ സ്പീഡ് ട്രാക്കാണ് ഇവിടെ മൂവേ ചെയ്യാത്തത്. സ്ലോ സ്പീഡ് ട്രാക്കൊക്കെ നല്ല ഫാസ്റ്റായിട്ട് അവിടെ മൂവായി പോകുന്നുണ്ട്. നമുക്ക് എങ്ങനെയും അപ്പുറത്തെ ട്രാക്കിലോട്ട് നൈസായിട്ട് മാറിയിട്ട് കയറി പോവാം. എൻ്റെ പുറകിലൊരു ശകലം ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ നീല വണ്ടി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ഇല്ല, നമ്മുടെ ട്രാക്ക് നമ്മൾ കയറി പോരേണ്ടി വന്നു. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു കേട്ടോ ആ വണ്ടി അവിടെ നിന്ന്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തിരിഞ്ഞ് കയറേണ്ടി വരും. നോക്കട്ടെ. നമുക്കിവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ക്യാമിയോയുടെ പുറകിൽ ആ വാൻ്റെ പുറകിൽ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ 2 വീലേഴ്സ് കയറി വരുന്നുണ്ട്, ബൈക്കേഴ്സ് കയറി വരുന്ന ഒരു വിഷയമാണ്. ഇല്ലല്ലോ, ഗ്യാപ്പ് കിട്ടി. നൈസായിട്ട് നമുക്കിവിടെ കയറാം. ശകലം കൂടെ ക്യാമിയോൺ അങ്ങോട്ട് മുന്നോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റും. നമ്മളവിടെ കയറുകയാണ്. നമ്മളവിടെ കയറി. യെസ്, നമുക്ക് ഗ്യാപ്പ് കിട്ടി. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ആ ഒരു ട്രായ്ക്ക് മാറി. ഒരിക്കലും നമ്മൾ ട്രായ്ക്ക് മാറുമ്പോൾ അടുപ്പിച്ച് 1-2 ട്രാക്കായിട്ട് മാറരുത്. ഒരു ട്രാക്കിൽ മാറി നിൽക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രാക്കിലേക്ക് മാറി നിൽക്കുക, അങ്ങനെ മാറാവുള്ളൂ. അവിടെ ട്രവാക്സ് റോഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അവർ ആ ഒരു ട്രാക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹൈവേ അതോറിറ്റി. ആ ട്രാക്കിൽ വണ്ടികളില്ല. ഈ 2 ട്രാക്കേ ഉള്ളൂ. അതായത് 3 ട്രാക്കിൽ വന്ന വണ്ടികൾ മുഴുവനും കൂടെ 2 ട്രാക്കിലേക്ക് വന്നതിൻ്റെ ഒരു കൺജഷനാണ് ഇവിടെ ഉള്ളത്. അവരവിടെ ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റോഡിൽ അലേർട്ട് വണ്ടികളുണ്ട്. ഇവിടെ തൊട്ട് യെല്ലോ ലൈനായി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു റോഡിൽ യെല്ലോ ലൈനുകൾ എന്തിനാണ് യെല്ലോ ലൈൻ ഉപയോഗിക്കുന്നത്. റോഡിൽ വർക്ക് നടക്കുമ്പോഴാണ് കൂടുതലും യെല്ലോ ലൈനുകൾ ഇവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ യെല്ലോ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ ആയിരിക്കും റോഡ് മൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രാഫിക് മൂവ്മെൻ്റ് ഉണ്ട്, ബ്ലോക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലെ സ്പീഡ് ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് മാറി. നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് മാറാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ട്രാക്കിൽ വണ്ടികളൊന്നും പോകുന്നില്ല. ഒരു വണ്ടി അങ്ങ് പോയിട്ട് അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മളായിട്ട് കയറി പോയിട്ട് ഇനി അടുത്ത പണി വാങ്ങിക്കണ്ട. ഇന്നാൾ ഇതുപോലെ ഞാൻ ഒരിടത്ത് കയറിപ്പോയതാണ്. നേരെ കയറി ചെന്നത് ജന്ത്രാമേരി എന്ന് പറയും. ഇവിടെ നമ്മുടെ നാട്ടിലെ ഹൈവേ പോലീസൊക്കെ പോലത്തെ ഒരു വിങ്ങാണ്. നേരെ കയറി ചെന്നു. അവർ കൈ കാണിച്ചു, വണ്ടി നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്ത് ശരിക്കും അത് ഹൈ സ്പീഡ് ട്രാക്ക് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവരവിടെ എന്തോ ആക്സിഡൻ്റ് ആയിട്ട് ഞാനിതിലെ കയറി ചെന്നപ്പോൾ അവരെന്നെ ജസ്റ്റ് ആ അലേർട്ട് തരാൻ വേണ്ടി പിടിച്ചതല്ല, വേറൊന്നുമില്ല, നിർത്താൻ പറഞ്ഞു. ചെക്ക് ചെയ്തങ്ങ് വിട്ടു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കയറി അങ്ങ് പോകാം. അവിടെ വണ്ടി പോകുന്നുണ്ട്. ട്രാക്കിന് അത്യാവശ്യം സ്പീഡും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ കയറി പോരുക. പക്ഷേ ഇവിടെ ഈ യെല്ലോ ലൈൻ വരച്ചിരിക്കുന്നത് അവർ ചെറുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. വീതി കുറച്ചാണ്, മാക്സിമം വീതി കുറച്ച് ഒരു വണ്ടിക്കുള്ള വീതി ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നോക്കി പോകണം. 2 മിററും നോക്കി. 2 മിറർ ക്ലിയർ ആണെങ്കിൽ നമുക്കൊരു വണ്ടി ആ റോഡിലോ ആ വീതിയിൽ കയറിപ്പോകും. 2 മിറർ നേരെ വെച്ച് ഏത് റോഡിൽ കൂടെ വണ്ടി കയറിപ്പോകും, അവിടെ ആ വണ്ടി ഫുള്ള് അതിൻ്റെ പുറകും ഫ്രണ്ടും എല്ലാം കയറി വരും. അതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. അത് ജസ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. ഇപ്പം നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഭിത്തി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഭിത്തിയുണ്ട്. അതായത് ഒരു സൈഡിൽ വണ്ടി ഒരു സൈഡിലൊരു ബാരിയറും ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ 2 മിറർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വരുന്ന സ്പീഡിൽ തന്നെ വണ്ടി കയറിപ്പോൾ അത് കറക്റ്റായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അളന്നെടുക്കാൻ അറിഞ്ഞാൽ മതി. നമ്മൾ ഹൈ സ്പീഡ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു റെയിൽവേ ട്രാക്ക്, ഒരു റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ്. നമ്മൾ ഇന്നാളൊരു വീഡിയോയിൽ ഈ റോഡിൻ്റെ തന്നെ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ പാരീസ് ഡയറക്ഷനിൽ ബോർദോ നോന്ന് ഡയറക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ടണലിലേക്ക് വന്ന് കയറി. മുമ്പ് വന്ന ടണൽ പോലെയല്ല, ഇത് ഇച്ചിരി നീളം കൂടുതലുള്ള ടണലാണ്. 2 എക്സിറ്റ് ഉണ്ട് ഈ ടണലിന്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ റൈറ്റ് സൈഡിലെ ലൈനിന് വീതി കൂടുതലുണ്ട്. ആ ട്രാക്ക് മറ്റൊരു ഒരു ഡിസ്ട്രിക്ട് ഹൈവേയിലോട്ടും ഞാൻ വന്നുകൊണ്ടിരുന്ന ട്രാക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഹൈവേ ആയിട്ടും മാറി. നമ്മളങ്ങനെ ടണലിനകത്ത് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ്സ് യൂസ് ചെയ്യണം. ടണലിനകത്ത് ട്രാഫിക് കുറവുണ്ട്, നല്ല ഫാസ്റ്റായിട്ടാണ് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് നീളം കൂടിയ ടണലുകൾക്കകത്ത് വണ്ടി കയറി വരുമ്പോൾ വണ്ടിയുടെ എ സി പുറത്തുനിന്ന് എയർ അകത്തേക്ക് എടുക്കാത്ത പോലെ അകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടാൽ നല്ലതായിരിക്കും. കാരണം ഇത് ഈ ടണലുകൾക്കകത്ത് പൊതുവേ പൊല്യൂഷൻ കൂടുതലായിരിക്കും, അതുപോലെ എയർ സർക്കുലേഷൻ കുറവായിരിക്കും. ഇവിടെ എയർ സർക്കുലേഷനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ വണ്ടിക്കകത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട് ഈ എ സിയുടെ സർക്കുലേഷൻ ടണലിനുള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ അകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റി സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ടണൽ കഴിയുന്നവരെ മാത്രം ആ സെറ്റിങ് കീപ്പ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ നല്ല ഫ്രഷായിട്ട് നമുക്ക് നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. എങ്ങാനും ടണലിൻ്റെ അകത്തൊരു ബ്ലോക്ക് കിട്ടിയാൽ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ നമ്മുടെ വണ്ടിക്കകത്ത് എ സിയുടെ എയറിലേക്ക് ആയി നമുക്കൊരു സഫോക്കേഷൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകും. ടണൽ കഴിഞ്ഞ് നമ്മൾ പയ്യെ വെട്ടത്തേക്ക് വരികയാണ്. നല്ല പ്രകാശം. ഇത്ര ഇരുട്ടത്തൊന്ന് വന്നിട്ട് ഈ വെയിലത്തോട്ട് വരുമ്പം കണ്ണ് ചിമ്മിപ്പോകുന്നുണ്ട്. ഇവിടെ ഈ റോഡിൽ ഫയലിംഗ് ഉണ്ടെന്നുള്ളതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ജാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത് ഡിസ്നിലാൻഡ് ഭാഗത്തുനിന്ന് വരുന്നതാണ്. ആ റോഡ് ഓൾറെഡി ബ്ലോക്കാണ്. നമ്മൾ ആ റോഡിലേക്ക് വന്നിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ടണലിൻ്റെ അകത്തുനിന്ന് വന്നു. ഈ ടണലിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ വേറൊരു റോഡും കൂടെ വരുന്നുണ്ട്. അതായത് 2 ഹൈവേയും ഒരു ഡിസ്ട്രിക്ട് ഹൈവേയും വന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണിത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ 2 എക്സിറ്റും ഉണ്ട്. പാരീസ് എക്സിറ്റും ഉണ്ട്, ക്രിട്ടയിൽ എക്സിറ്റും ഉണ്ട്. അങ്ങനെ ആ 2 എക്സിറ്റും കൂടെ വരുമ്പോൾ നല്ല തിരക്ക് വരും. ഈ ഒരു കുറച്ച് ദൂരം, ഒരു 1.5 കിലോമീറ്ററോളം നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളങ്ങനെ പയ്യെ ഇൻഡിക്കേറ്റർ ഇട്ട് ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് മെയിൻ ഹൈവേയിൽ കയറി. ഡിസ്നി ലാൻഡ് എന്ന് വന്ന ഹൈവേയിലേക്ക് കയറി. നമ്മൾ വന്നിടത്തുനിന്ന് മാറി. ഇപ്പോൾ ഈ റോഡ് കണ്ടോ, 1, 2, 3, 4 ലൈൻ റോഡാണ്. എല്ലാ ട്രാഫിക്കും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് അത്രയും വീതി വരുന്നത്. ഇതൊരു ഫ്ലൈ ഓവറാണ് കേട്ടോ. നമ്മൾ അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാക്ക് മാറി ഈ ഹൈവേയിലെ സെക്കൻഡ് ലൈനിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ട്രാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്കാണ് ഇനി മാറേണ്ടത്. നമുക്ക് ആ റൈറ്റ് സൈഡിലെ എക്സിറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഈ ട്രാക്കിലങ്ങ് പോവുകയാണ്. കാരണം ഈ ട്രാക്കിനാണ് മൂവ്മെൻറ്റ് കൂടുതൽ. ആ റൈറ്റിലെ 2 ട്രാക്കാണ് എനിക്ക് പോകേണ്ട ഹൈവേയുടെ എക്സിറ്റ്. ഈ 2 ട്രാക്കാണ് പാരീസിലേക്ക് പോകുന്നത്. എനിക്ക് ഈ ട്രാക്കിലാണ് ഇപ്പം ഫാസ്റ്റായിട്ട് വണ്ടി മൂവ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ട്രാക്കിൽ നിന്ന് കുറച്ച് ദൂരം മുന്നിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് വരാമെന്നുള്ളൊരു രീതിയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് ഉണ്ട്, ചെറിയൊരു സ്പീഡ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ട്രാഫിക് ഇത്തിരി ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് എപ്പോൾ വന്നാലും മിക്കവാറും ഈ ഒരു ഈ ഒരു ട്രാഫിക് കൺജഷൻ എപ്പോഴും കിട്ടാറുള്ള ഒരു ഭാഗമാണ്. എവിടെ നിന്ന് വന്നാലും ഏത് സമയത്ത് വന്നാലും ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളുണ്ടല്ലോ റോഡിൽ എപ്പോഴും ബ്ലോക്ക് കിട്ടുന്ന ചില സ്ഥലങ്ങൾ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്കൊന്ന് മാറിയിട്ട് കയറി പോകാൻ തോന്നുന്നു. നോക്കട്ടെ, ചിലപ്പോൾ നമുക്ക് നേരെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരെ തന്നെ പോവുകയാണ്. ടെസ്ലയുടെ പുറകെ നൈസായിട്ട് അങ്ങ് പോരുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ റൈറ്റ് സൈഡിലെ ട്രാക്ക് മൂവ് ആവുന്നില്ല. ആ ട്രാക്കിൽ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടെസ്ല ഓൾറെഡി ഹൈവേ മാറി. എനിക്കും ആ ഹൈവേയിലേക്ക് മാറണം. ഞാൻ പയ്യെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് മാറാമെന്നുള്ളൊരു പ്ലാനാണ്. കാരണം ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹൈവേ മൂവ് ആവുന്നുണ്ട്. എക്സിറ്റ് കുറേ കൂടെ അപ്പുറത്താണ്. നല്ലപോലെ ഒരു നേരത്തെ തന്നെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ബ്ലോക്കുകൾ കുറയ്ക്കാനായിട്ട് വണ്ടിയിലെ ഡ്രൈവേഴ്സ് നേരത്തെ തന്നെ മാറി നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ആ ഗ്യാപ്പ് കിട്ടിയില്ല. ഈ ഭാഗത്തൊരു ഗ്യാപ്പുണ്ട്, ഈ ക്യാപ്ചറിൻ്റെ മുന്നിൽ. ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം. ആ ഗ്യാപ്പ് കിട്ടി. നമ്മളവിടെ കയറി. നമ്മുടെ പുറകിൽ അന്നേരം വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ട് കുത്തി കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്.
ഈ ട്രാക്കിൽ ഹൈവേ മൂവ് ആവുന്നില്ല. ഹൈവേ വീണ്ടും കൺജസ്റ്റൻ അടിച്ച് ബ്ലോക്കായി നിൽക്കുവാണ്. പയ്യെ നമുക്ക് മൂവ് ആകാൻ പറ്റുമെന്ന് തോന്നണു. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം 2 സൈൻ ബോർഡ് അവിടെ റോഡിൽ കാണാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വണ്ടിക്കാരൻ എമർജൻസി ലൈനിൽ കൂടെ കയറുന്നത്. എമർജൻസി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നീളം കൂടിയ വിട്ടുള്ള ലൈൻ. അതിൻ്റെ അപ്പുറത്തോടെ ഇപ്പോൾ ഒരു കറുത്ത വണ്ടി പാസ്സായി പോയിട്ടുണ്ട്. അത് പോലീസുകാർക്ക് ആംബുലൻസിനൊക്കെ പോകാനുള്ള എമർജൻസി ലൈനാണ്. ഇവിടെ കൊണ്ട് നമ്മുടെ ഹൈവേ ഡിവൈഡായി. അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ഹൈവേ നേരെ പാരീസിലേക്ക് പോകും. നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ക്രിട്ടേൽ ഭാഗത്തേക്കാണ് ഇപ്പം പോകുന്നത്. എനിക്ക് ക്രിട്ടേൽ എക്സിറ്റ് എടുത്ത് അങ്ങോട്ടാണ് പോകേണ്ടത്. നല്ല വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഭാഗത്ത് ഈ ഫ്ലൈ ഓവർ ഭയങ്കര എലിവേറ്റഡ് ആണ്. അത് നല്ല രസമാണ്. ഇച്ചിരി ഹൈറ്റുള്ള വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിൽ ക്രിട്ടേൽ എന്ന് പറയുന്നൊരു സിറ്റി മുഴുവൻ കാണാം. നല്ല വീടുകളും അക്കോമഡേഷൻസ്. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ചെറുതായതുകൊണ്ടും ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കാൻ സാധിക്കില്ല. പിന്നീട് എപ്പോഴേലും വലിയ വണ്ടിയായിട്ട് വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ ഈ ഹൈവേ ഇങ്ങനെ എലിവേറ്റഡ് ആയിട്ട് നമ്മൾ വളഞ്ഞിങ്ങനെ വന്ന് വേറൊരു ഹൈവേ വന്ന് കയറി. അതായത് ഇവിടെ ഈ എൻട്രൻസ് വരുന്നത് പാരീസിൽ നിന്ന് വരുന്ന ഹൈവേ ബുളിവാർഡ് പെരിഫറിക്കിൻ്റെ എക്സ്റ്റീരിയർ എക്സിറ്റാന്ന് വേണേൽ പറയാം. അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ബോർദോ, നോന്ത്, റെൻ ഒക്കെ പോകുന്നത് ഈ വഴി എക്സിറ്റ് എടുത്തിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേ വഴിയായിരിക്കും പോകുന്നത്. അത് പാരീസിൽ നിന്ന് വരുന്ന എക്സിറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ ഒരു 90യുടെ സ്പീഡ് ക്യാമറ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പയ്യെ ട്രാക്ക് മാറണം. എക്സിറ്റ് അടുക്കുന്നുണ്ട്. എക്സിറ്റ് തൊട്ടപ്പുറത്ത് തന്നെയാണ് എക്സിറ്റ്, ക്രിട്ടേൽ എക്സിറ്റ്. നമ്മളിങ്ങനെ നൈസായിട്ട് റോഡെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 90 കീപ്പ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൈവേയിലെല്ലാം മാർക്കിംഗ് ഉണ്ട്. ഏത് റോഡ് ഇതിലേ പോകുന്നു, ഏത് ട്രാക്ക് ഇങ്ങോട്ട് പോകുന്നു, എല്ലാം കറക്റ്റായിട്ട് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം സൈൻ ബോർഡുകൾ നോക്കുക. GPS മാർക്കിംഗ്, GPS സൈനുകളുടെ മാർക്കിംഗ് നോക്കുക. അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഹൈവേയിലെ ബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. GPS ആ ബോർഡും കറക്റ്റായിട്ട് നോക്കി വണ്ടി അങ്ങ് ഓടിച്ചാൽ മതി. നമ്മൾ റൈറ്റിലേക്ക് എക്സിറ്റ് എടുത്തു, ട്രാക്ക് മാറി. എക്സിറ്റ് എടുത്തില്ല, ട്രാക്ക് മാറി. ഇപ്പം നമുക്ക് കാണാം എൻ്റെ റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ മാർക്കിങ് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈവേ സ്പ്ലിറ്റ് ആകുന്നതിൻ്റെ മാർക്കിംഗ് ആണ്. നമ്മൾ ഹൈവേ മാറി, ഹൈവേ എക്സിറ്റ് എടുത്തു. ഇനിയിപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഒരു നല്ല എലിവേറ്റഡ് ആയിട്ട് നല്ല വളഞ്ഞിങ്ങനെ ഒരു ഫ്ലൈ ഓവറെ കൂടെ കയറി നേരെ നമ്മൾ ക്രിട്ടേൽ ടൗണിലേക്ക് ഇറങ്ങും. അപ്പം ഹൈവേസിനെ പറ്റി എല്ലാവർക്കും കുറേ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ കൂടുതൽ ഹൈവേകളെ പറ്റി പറഞ്ഞുതരാം. നമുക്കിവിടെ നിന്നൊരു ഷിഫ്റ്റിംഗ് വർക്കുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിട്ടേലിന് വന്നത്. അങ്ങനെ നമ്മൾ എക്സിറ്റൊക്കെ എടുത്ത് ഇവിടെ നിന്നൊരു എക്സിറ്റും കൂടെ എടുത്ത് നേരെ ക്രിട്ടേൽ ടൗണിലേക്ക് ഇറങ്ങി നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുകയാണ്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. ഇനിയിപ്പം ഇവിടുത്തെ വർക്കൊക്കെ തീർത്തിട്ട് പയ്യെ തിരിച്ച് പോകണം. ഉച്ചയായി. വൈകുന്നേരത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് ഡിസ്മാൻറ്റ്ലിങ് വർക്കുകളൊക്കെ ഉണ്ട്. അതവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ.